നിങ്ങളിത് കണ്ടോ? ഇത് ശരിക്കും ഏത്തപ്പഴമാണ്. നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചതാണ്. ഫ്രോസൺ ആണ്. ശരിക്കും ഇത് പുഴുങ്ങി നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഇത് കഴിക്കില്ല കേട്ടോ. അത് കാരണം ഞങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഓവനിൽ വെച്ച് ഒരു 3 മിനിറ്റ്സ് പുഴുങ്ങിയതിന് ശേഷം ഞങ്ങൾ അതിലേക്ക് തേങ്ങാപ്പീരയും കുറച്ച് ശർക്കരയും ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കും. അതുപോലെ തന്നെ ഞങ്ങൾക്കും അത് വളരെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ശരിക്കും ഞാൻ പറയാൻ വന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ബാലൻസ് ആണ് കേട്ടോ. നമ്മൾ നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ശരിക്കും നമ്മുടെ നാട്, വീട്, അതുപോലെ തന്നെ നമ്മൾ പഠിച്ച സ്കൂളുകൾ അതൊക്കെ നമ്മുടെ ഒരു ഓർമ്മയാണല്ലേ. ഞാനൊരു കുട്ടനാട്ടുകാരിയാണ്. അപ്പം ഈ എൻ്റെ വീടിൻ്റെ അവിടെ പുഴകള്, കായല്, അതുപോലെ നെൽപ്പാടങ്ങള്, ശരിക്കും ഞങ്ങൾ പോകണ സ്കൂളിലേക്ക് ശരിക്കും നല്ലൊരു വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് നമ്മൾ അത്രയും ദൂരം സ്കൂളിലേക്ക് വിട്ടത്. ആ സ്കൂൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു 1 1/2 മണിക്കൂറോളം ഞങ്ങൾക്ക് നടന്നു പോകാനുള്ള ഒരു ദൂരമുണ്ട്. അപ്പം എൻ്റെ കൂടെ അല്ലെങ്കിൽ അന്ന് ഞങ്ങളായിരുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ അതൊരു വലിയ ഓർമ്മയായിരിക്കും ആ സ്ഥലത്ത് താമസിക്കുന്നവർക്ക്. അപ്പൊ ഞങ്ങൾ ഈ സ്കൂളിൽ പോകുക എന്ന് പറയുന്നത് ശരിക്കും ഇന്നും ഞങ്ങളുടെ മനസ്സിൽ ഭയങ്കര ഹാപ്പിനെസ് ആണ്. ഞങ്ങള് കളികളും കളിച്ചും അതുപോലെ തന്നെ മറ്റുള്ളവരോടൊക്കെ സംസാരിച്ച് ഒരുപാട് റിലാക്സ്ഡ് ആയിട്ടാണ് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ആ ഓർമ്മകൾ, ആ റിലാക്സ്ഡ് ആയിട്ട് ആ ആ ഒരു ഓർമ്മകൾ, ആ നടന്നുപോയ ഓർമ്മകൾ ഇന്ന് നമ്മുടെ എൻ്റെ ആ മനസ്സിലുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു വന്നത്, നമ്മള് നേഴ്സുമാര് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഒരു എക്സാമിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പഠിക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മകളിലൂടെ പഠിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾ പണ്ട് വർക്ക് ചെയ്ത സ്ഥലത്ത് നിങ്ങൾ അതുപോലത്തെ ഒരു പേഷ്യനെ ഡീൽ ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, അതുപോലത്തെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകാം. അപ്പോൾ ആ ഒരു കാര്യവുമായിട്ട് നമ്മൾ പഠിക്കുന്നതിനെ റിലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരിക്കലും മറന്നു പോകില്ല, അതുപോലെ നമുക്ക് ബൈഹാർട്ട് ചെയ്യേണ്ടതായിട്ട് വരില്ല. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ നമുക്കത് മനസ്സിലാക്കാനും ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്കതിനെ ആൻസർ ചെയ്യാനും സാധിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ എങ്ങനെയാണ് ഈ റാഷണൽ ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ താങ്ക് യു.